നമ്മളിപ്പോൾ വളരെ വലിയ അളവിൽ കുറച്ച് ജലം അല്ലെങ്കിൽ വെള്ളം ലിക്വിഡ്സ് നമ്മൾ എടുത്തു വച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ വളരെ സൂം ചെയ്ത് അകത്തോട്ട് നോക്കിയാൽ എന്തായിരിക്കും കാണാൻ കഴിയുന്ന? കുറേ ലിക്വിഡ് മോളിക്യൂൾസുകളായിരിക്കും കാണാൻ കഴിയുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ മോളിക്യൂൾസുകളുണ്ടാവും. ഈ മോളിക്യൂൾസുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും? പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവയ്ക്ക് പരസ്പരം അട്രാക്ഷനുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്തുള്ള മോളിക്യൂൾസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് മുകളിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേറെ ലിക്വിഡില്ല, അവിടെ എയറാണ്. അപ്പോൾ ഇവ സൈഡിലോട്ടും താഴോട്ടുമായിരിക്കും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ടുള്ള അട്രാക്ഷൻ മൂലം ഇവ എങ്ങനെയായിരിക്കും? വളരെ അധികം ഞെരുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ താഴോട്ടൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ സൈഡിലോട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് മൂലം ഇത് മുകളിലോട്ട് തിരിച്ച് ആ പൊസിഷനിലോട്ട് തന്നെ തിരിച്ചു വരും. അതായത് നമ്മളൊരു റബ്ബർ ബാൻഡ് രണ്ട് സൈഡിലോട്ട് വലിച്ചു വെച്ചിട്ട് നമ്മളിവിടെ നിന്നൊരു വലിയ താഴോട്ട് കൊടുത്താൽ തിരിച്ച് വരും. അപ്പോൾ ആ റബ്ബർ ബാൻഡ് ഇരിക്കുന്നത് പോലെ ഒരു ടെൻഷൻ മെംബ്രെയിനായിട്ടായിരിക്കും ഈ ലിക്വിഡിൻ്റെ ഉപരിതലം ഇരിക്കുന്നത്. അപ്പോൾ ലിക്വിഡിൻ്റെ ഉപരിതലം ടെൻഷനുള്ള ഒരു മെംബ്രെയിനായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഇതേ കണക്ക് ലിക്വിഡ്സിനെ ലിക്വിഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻറ്ററിലിരിക്കുന്ന ലിക്വിഡ് ഇതിനെ എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യും. നമ്മളിതൊരു ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് വൃത്താകൃതിയിലായെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇത് പരസ്പരം അട്രാക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സെൻറ്റർ മോളിക്യൂൾ ഇതിനെ എല്ലാത്തിനെയും അകത്തോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവയെല്ലാം കൂടെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ചുരുങ്ങി ഒരു വൃത്താകൃതിയിലോട്ട് മാത്രമേ ഇതിനാവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ജലത്തുള്ളികൾ എപ്പോഴും വൃത്താകൃതിയിലിരിക്കുന്നത്.